പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത മുംബൈ സിറ്റി എഫ് താരമായിട്ടുള്ള ആൽബർട്ടോ നൊവേര എന്ന താരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ISL FC ഗോവ, മുംബൈ സിറ്റി FC എന്നീ ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ആൽബർട്ടോ നൊവേര. മികച്ച പ്രകടനം തന്നെ താരം പുറത്തെടുത്തിട്ടുമുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ആൽബർട്ടോ നൊവേര എന്ന ഈ ഒരു താരം മുംബൈ സിറ്റി FC ക്ലബ്ബ് വിടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. നിലവിൽ പുറത്തു വന്നുള്ള വാർത്ത അനുസരിച്ച് ആൽബർട്ടോ നൊവേര അടുത്ത സീസണിൽ മുംബൈ സിറ്റി FC ടീമിൽ ഉണ്ടായേക്കില്ല എന്നാണ്. ഈ ഒരു സ്പാനിഷ് താരത്തിനെ സ്വന്തമാക്കാനായിട്ട് ബംഗളൂരു FCക്ക് താല്പര്യമുണ്ട്. മാത്രമല്ല ആൽബർട്ടോ നൊവേര ബംഗളൂരു FCയിലേക്ക് എന്നുള്ള വാർത്ത ട്രാൻസ്ഫർ മാർക്കറ്റിന്റെയും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ട്രാൻസ്ഫർ മാർക്കറ്റിന്റെയിൽ ഈ ഒരു താരം ബംഗളൂരു FCയിലേക്ക് പോകാനായിട്ട് 99% കാണിക്കുന്നുണ്ട്. മുംബൈ സിറ്റി FC ടീമിലെ ചില പ്രധാന താരങ്ങളെയൊക്കെ ബംഗളൂരു FC ഇപ്പോൾ നോട്ടമിടുന്നുണ്ട്. ആൽബർട്ടോ നൊവേര എന്ന ഈ ഒരു സ്പാനിഷ് താരത്തിനെ ബംഗളൂരു FC സ്വന്തമാക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു സൈനിങ് ഉണ്ടായേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ മാർക്കസ് മെർഗ്ലാവോ നൽകിയിരിക്കുന്നത്. ഒരു ആരാധകൻ മാർക്കസിനോട് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടോ എന്ന്. അതിൽ മാർക്കസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഈ ഒരാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു സൈനിങ് ഉണ്ടായേക്കുമെന്നായിരുന്നു. മാർക്കസ് അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ഈ ഒരാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു സൈനിങ് ഉണ്ടായേക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. എന്നാൽ അതൊരു ഇന്ത്യൻ താരത്തിന്റെ സൈനിങ് ആണോ അതോ വിദേശ താരത്തിന്റെ സൈനിങ് ആണോ എന്നത് മാർക്കസ് ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നില്ല. വിദേശ സൈനിങ് ആണെങ്കിൽ അത് നോവ സുധയുടെ സൈനിങ് തന്നെയാവാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. ഡ്യൂറന്റ് കപ്പിന് മുൻപ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് ഒക്കെ കംപ്ലീറ്റ് ആക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മികച്ച താരങ്ങളെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.